ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർറഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. Our Father in heaven, holy be your name. Your kingdom come, your will be done on earth as it is in heaven. Give us this day our daily bread. Forgive our sins as we forgive those who sin against us. Do not bring us to the test, but deliver us from all evil. Amen. Om yonda pravishya mama vajamimam prasuptam sanjeevayatya shakti dharaswadhamna अन्यां सहस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यं. प्राणान्नमो भगवते पुरुषाय तुभ्यं. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വേദികളിൽ പങ്കെടുക്കാൻ. കാരണം ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ചില പുനർവിചിന്തനങ്ങളുണ്ട്. നമ്മളൊക്കെ ഒന്നും കൂടിയൊക്കെ പലതും ചിന്തിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ ആവശ്യകതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള മതസൗഹാർദ്ദ വേദികളൊക്കെ കുറവായിരുന്നു. അതിൻ്റെ അർത്ഥം ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. എല്ലാവരും സൗഹാർദ്ദത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഹോസ്പിറ്റലുകൾ കൂടുന്നു എന്ന് പറയുന്നത് അത് വികസനത്തിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ എനിക്ക് രോഗം കൂടുന്നു എന്ന് പറയാനാണ് അതെന്നെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹോസ്പിറ്റലുകളൊക്കെ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ ഞാൻ പോകാറില്ല. കാരണം അവിടെ പോയിട്ട് ഞാൻ എന്താ പ്രാർത്ഥിക്കുക? ദൈവമേ ഇയാൾക്ക് നല്ല കച്ചവടം ഉണ്ടാവണമെന്നല്ല. അവിടെ കച്ചവടം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ളവർക്കൊക്കെ മാറാ രോഗങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്തതുകൊണ്ട് ഹോസ്പിറ്റലുകാർ വിളിച്ചു കഴിഞ്ഞാൽ ആശംസ അർപ്പിക്കാൻ ഒന്നും പോവില്ല എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു വേദനാജനകമായൊരു സംഗതിയാണ് മതസൗഹാർദ്ദ വേദികൾ കൂടുന്നത് കാണുമ്പോൾ. എവിടേക്കോ സൗഹാർദ്ദം കുറഞ്ഞതിൻ്റെ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന ചിന്തകൾ നമ്മൾ ചിലതെല്ലാം ഈ സമയത്ത് ചിന്തിക്കേണ്ടത്. കാരണം എന്താണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നൂറ്റാണ്ടുകളായി മതങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മതങ്ങളുടെ നന്മയെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നതിന് പകരം എല്ലാ മതങ്ങളെയും കൂടുതൽ ഡിസ്ഫങ്ഷനാക്കാൻ വേണ്ടി ഗൂഢമായി പ്രവർത്തിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അതിൻ്റെ പ്രധാന കാരണം ലോകം ഒരു ഉപഭോഗ സംസ്കാരത്തിലേക്ക് മാറി എന്നുള്ളതാണ്. മതങ്ങളിങ്ങനെ നന്നായി പോകുന്നതിന് ആർക്കാ കണ്ണുകടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യനെ കൊണ്ട് ഒരുപാട് കച്ചവട ചരക്കുകൾ വിൽപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ ബിസിനസ്സുകാരാണ്. നിങ്ങളെപ്പോലെ വടയും ചായയും വിൽക്കുന്നവരോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് നടത്തുന്നതോ പച്ചമീൻ കച്ചവടം നടത്തുന്നതോ കച്ചവടക്കാരെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരുപാട് ടെക്നോളജി, ആ ടെക്നോളജിയിലൂടെയുള്ള ആയുധങ്ങൾ, ടെക്നോളജിയുടെ തന്നെ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ, ഇതെല്ലാം വിറ്റുപോകണം. ആയുധ കച്ചവടമൊക്കെ വലിയ കച്ചവടമാണ്. യുദ്ധമുണ്ടാകാൻ കൊതിച്ചു നിൽക്കുന്ന എത്ര വിദ്യാസമ്പന്നരും സയൻറ്റിസ്റ്റുകളും ഉണ്ടെന്ന് അറിയാം നമുക്ക്. അപ്പം അവരൊക്കെ അറിഞ്ഞോ അറിയാതെയോ അവർക്ക് ഭയം എന്ന് പറയുന്നത്, അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ മതങ്ങളൊക്കെ സമാധാനത്തിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും മതത്തിൻ്റെ ആളുകൾ പറയണൊക്കെ കേൾക്കും. ഇപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിൽ മതങ്ങൾ പറയുന്നതാണ് പലവർക്കും വേദവാക്യങ്ങൾ. അതങ്ങനെയൊക്കെ തന്നെ ആവണം എന്നാണ് ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നത്. കാരണം ഇത്തരം സിംബൽസിനെ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളെ, ഇൻസ്റ്റിറ്റ്യൂഷനെ ഇല്ലാതെയാക്കിയാൽ നാളെ ഇവിടെ ഒരു കലാപമുണ്ടായാൽ, അത് വർഗീയമാകാം, രാഷ്ട്രീയമാകാം, മറ്റെന്തിൻ്റെ പേരിലും കലാപമുണ്ടായാൽ നിയന്ത്രിക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം ആര് പറഞ്ഞാലും ആരും കേൾക്കാത്തൊരവസ്ഥ. ഇത് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് മതങ്ങളെ കൊണ്ടുപോവുക. മതത്തിലുള്ളവരും
ഇത് മനസ്സിലാക്കാതെ മതത്തിൻ്റെ നേതൃത്വത്തെയും മതത്തെയും കുറ്റം പറയുന്നൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മളൊക്കെ പോകുന്നത്. അതിൻ്റെയൊക്കെ നേർ ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഇല്ലാത്ത അത്രയും മതങ്ങളുടെ ഉള്ളിൽ തന്നെ മതനേതൃത്വങ്ങളോട് നമുക്ക് കലഹമാണ്. ഏത് മതമെടുത്താൽ ഒന്നാലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ, എനിക്കൊക്കെ ഒരു 49-50 വയസ്സാകും. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ കേട്ടിരുന്ന പള്ളിത്തർക്കം എന്ന് പറയുന്നത് യാക്കോബായ ഓർത്തഡോക്സ് സഭയുടെ മാത്രമായിരുന്നു. എന്നാൽ ഇത് ഇന്ന് നമ്മൾ ഇന്നത്തെ വർത്തമാനകാലത്തിൽ എത്തി നിൽക്കുന്നത് സീറോ മലബാർ സഭയെ പോലുള്ള വളരെ വ്യക്തിഗത സ്വതന്ത്ര സഭയായി, വളരെ നന്നായി ഈ നാടിൻ്റെ ഒരുപാട് നന്മയ്ക്ക് കാരണമായി നൂറ്റാണ്ടുകളായി ഇവിടെ നെടുന്തൂണുകളായി നിന്നിരുന്ന സഭയുടെ ശിഥിലത്തിലേക്കാണ് ഇപ്പോൾ അത് ചെന്നെത്തിയിരിക്കുന്നത്. അതിൽ തന്നെയുള്ള വിഭാഗങ്ങൾ വളരെ നിസ്സാര പ്രശ്നങ്ങളാണ്. ആ നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ പരസ്പരം ചീത്ത വിളിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ മറ്റു മതങ്ങൾ കാണുകയും അത്തരം കാര്യങ്ങൾ എടുത്തുപയോഗിക്കാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഇന്ന് അതിൻ്റെ സംഘാടകർ ചെയ്യുന്നത്. സത്യത്തിൽ നമുക്കൊന്നും അറിയില്ലായിരുന്നു. ഇസ്ലാം മതത്തിൽ ഇത്രയധികം വിഭാഗങ്ങൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല. അടുത്ത കാലത്താണ് അത് കൂടുതൽ വിഭജനത്തിലേക്ക്, പുത്തനാശയങ്ങൾ പോലും, പുത്തനാശയ പ്രസ്ഥാനങ്ങൾ പോലും വിഭജിക്കുന്നു. അതൊക്കെ എൻ്റെ കൺമുൻപിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാനൊക്കെ കോളേജുകളിലും മറ്റും പഠിക്കുമ്പോഴാണ് പുത്തനാശയങ്ങൾ പോലും അതിൽ തന്നെ വിഭജനങ്ങൾ ഉണ്ടാകുന്നത്. വളരെ വിഷമത്തോടു കൂടിയാണ് ഈ ഒരു ഡൈനാമിസം ഞാൻ നോക്കിക്കാണുന്നത്. ഹിന്ദു മതത്തിൽ അറിയാലോ, അതിനും 100 വിഭാഗത്തിലുള്ള രീതിയിലേക്കൊക്കെ അതും മാറുന്നു. ശ്രീനാരായണ ഗുരു വന്ന സമയത്ത് ഈഴവനും തണ്ടാനും തീയനും ഒക്കെ ഒന്നിച്ച ഒരു രീതിയൊക്കെ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തീയന്മാർ പറയണം ഞങ്ങൾ ഈഴവരായി കൂട്ടരുത്, PSCയിൽ തീയാന്ന് തന്നെ എഴുതണം, ഈഴവന് കിട്ടുന്ന ആനുകൂല്യം പോരാ, തീയന് തീയനാണ്, തണ്ടാനാണ് എന്ന് പറഞ്ഞ് തണ്ടാൻ സമുദായ മഹാസഭയും തീയ മഹാസഭയും ഈഴവ മഹാസഭയും ഒക്കെ. ഇത് ഞാൻ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്തരം ചില ചിന്തകൾ നമുക്ക് ഇവിടെ പങ്കുവെക്കേണ്ടി വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മതത്തിനൊരു ഫങ്ഷനാലിറ്റിയും, മതം ഫങ്ഷനിങ് ആണ്, അതിൽ യാതൊരു സംശയവും. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ സർവ്വ മേഖലകൾ എടുത്ത് നോക്കുകയാണ്, അതൊക്കെ ഫങ്ഷനിങ് ആണ്. പക്ഷെ അതിൻ്റെ ഫങ്ഷനാലിറ്റി നഷ്ടപ്പെട്ടു. രാഷ്ട്രീയം എടുത്തു നോക്കൂ, മതം എടുത്തു നോക്കൂ, കുടുംബജീവിതം എടുത്തു നോക്കൂ, ഏതാണ് രാഷ്ട്രീയം, എല്ലാം, അല്ലെങ്കിൽ നീതി നിർവ്വഹണം ആളുകൾ, പോലീസ് സേന, ഒരു കാലത്തൊന്നും സേനകളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നാവികസേനയിലോ കരസേനയിലോ വ്യോമസേനയിലോ ഒന്നും ഇല്ലാത്ത രീതിയിൽ അതിൻ്റെ ഫങ്ഷനാലിറ്റി ഇന്ന് കാലത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഫങ്ഷനാലിറ്റി തിരിച്ചു പിടിക്കലാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതിൻ്റെ സംഘാടകരോട് എനിക്ക് പറയുന്നു, ഞാനും നിങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടാവും. അല്ലാണ്ട് ഇത് വെറും ഒരു ചായ കുടിച്ചു പിരിയാനുള്ള, അല്ലെങ്കിൽ ആനുവലി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കലാപരിപാടികൾ നടത്തി പിരിയാനുള്ള വേദിയാണെങ്കിൽ തിരക്കടൊന്നുമില്ല. പക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് അതിന് വരാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം കുറച്ചും കൂടി ഉത്തരവാദിത്തപരമായി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഇതിങ്ങനെയൊരു വേദി സംഘടിപ്പിക്കുക എന്നതിൻ്റെ ഉപരി നമ്മുടെയൊക്കെ ഉള്ളിൽ ഇതിൻ്റെ ഫങ്ഷനാലിറ്റി തിരിച്ചു പിടിക്കണം. ചില മതങ്ങളുടെയൊക്കെ ഫങ്ഷനാലിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ കുറവാണ്. ചില മതങ്ങൾക്ക് അത് കുറച്ച് കൂടുതലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള സീറോ മലബാർ സഭയുടെ ഫങ്ഷനാലിറ്റി വളരെ അടുത്ത കാലം വരെ വളരെ മുന്നിൽ തന്നെയായിരുന്നു. പക്ഷെ ഈ ഒരു തർക്കം വന്നതോടുകൂടി കുർബാന അങ്ങോട്ട് വേണമോ ഇങ്ങോട്ട് വേണമോ എന്നുള്ള തർക്കം വന്നതിൻ്റെ പേരിൽ ഇന്നതിൻ്റെ ഫങ്ഷനാലിറ്റിയൊക്കെ നമ്മൾ സോഷ്യോളജിക്കലേക്ക് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ്റെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം താഴേക്കാണ് പോകുന്നത്, ഇതിൻ്റെ നഷ്ടമാർക്കാണ്. ആ സഭയിലോ ആ മതത്തിലോ പെടാത്ത ഞങ്ങളെപ്പോലുള്ളവരുടെയും കൂടിയും വേദനയും വിഷമവുമാണത്. അല്ലാണ്ട് അത് സീറോ മലബാർ സഭയുടെ ഒരു പ്രശ്നമോ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രശ്നമോ യേശുവിൻ്റെ ഇമേജ് ഇടിയുന്ന പ്രശ്നമോ അല്ല. ഞങ്ങളെപ്പോലുള്ളവരും ഒന്നിച്ചു നിൽക്കാനും തോളോട് തോള് ചേർന്ന് നിൽക്കാനും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഫങ്ഷനാലിറ്റിയാണ് അത് കത്തിവെക്കുന്നത്. എല്ലാ സഭയിലും യാക്കോബ് ഓർത്തഡോക്സ് ആകട്ടെ, സുന്നിയിലെ തന്നെ EKAP വിഭാഗമാകട്ടെ,
മുജാഹിദിൽ തന്നെ എറണാകുളം മുജാഹിദും കോഴിക്കോട് മുജാഹിദുമാകട്ടെ, ഞാൻ എണ്ണി ഇതൊന്നും പറയുന്നില്ല. ഇതിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന വലിയൊരു ചോദ്യമാണ് നമുക്കിവിടെ മുമ്പിലുള്ളത്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒറ്റ വിഷയം ഇതാണ്: നമ്മുടെ ഈ ഫങ്ഷനാലിറ്റി എങ്ങനെ തിരിച്ചു കൊണ്ടുവരും? അച്ഛനും അമ്മയുടെയും വിവാഹ ജീവിതം ഫങ്ഷനിങ് ആണ്. ഇന്ന് സഭ ഫങ്ഷനിങ് ആണ്, നന്നായി ഫങ്ഷനിങ് ആണ്. അതുകൊണ്ടാണ് പള്ളികളുടെ വലിപ്പം കൂടുന്നത്, മുസ്ലിം പള്ളികളുടെ ഭംഗി കൂടുന്നുണ്ട്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടാക്കുന്നതും ഭംഗിയും വലിപ്പവും കൂട്ടിക്കൊണ്ടാണ്. അതിലൊക്കെ നിറയെ ആളുകളുമുണ്ട്, അവിടെയൊക്കെ സംഭാവന കൊടുക്കുന്നവരുണ്ട്. അല്ലാണ്ട് ഒന്നും അത് ഉണ്ടാവില്ല. അമ്പലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നതും പുനഃപ്രതിഷ്ഠകൾ നടത്തുന്ന സമയത്തും ഭംഗിക്കാണ് പ്രാധാന്യം. പക്ഷെ അവിടെ വരുന്നവരുടെ ഫങ്ഷനാലിറ്റിയും ക്വാളിറ്റിയും കുറയുന്നു. ഇതൊക്കെ എന്നെ വല്ലാതെ വിഷമിപ്പിക്കാറുണ്ട്. അപ്പൊ ഇതിന് പരിഹാരം എന്ന നിലയിൽ എന്താണ് നമ്മൾ ഈ ഒരു സമയത്ത് ചിന്തിക്കേണ്ടത്? മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന സിലബസ് എന്താണ്? ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും ഇരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരെയും പ്രതിനിധീകരിച്ച് എല്ലാവരും ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം, നമ്മുടെയൊക്കെ മതങ്ങളുടെ സിലബസ് എന്താണ്? ഈ സിലബസ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മതങ്ങളെയൊക്കെ എത്രയും പെട്ടെന്ന് തല്ലിക്കെടുത്ത് ഇല്ലാതെയാക്കി അവരെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കച്ചവടം വേറെ രീതിയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരു പാർട്ടിയുടെയും ആളല്ല. ഞാനൊരു പാർട്ടിക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയ കക്ഷികളോട് എനിക്കറിയില്ല, അവരുടെ പല നിലപാടുകളൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരോടൊക്കെ തുല്യ ദൂരമാണ്. പക്ഷേ ഒരു ഫങ്ഷണലായ ഒരു പാർട്ടിയുടെ ഒരു സമയത്തെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിസംബർ 6 കഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ല, 10-30 വർഷം മുമ്പ് അല്ലേ, 10-30 വർഷങ്ങൾക്ക് മുമ്പേ ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു മസ്ജിദുമായി ബന്ധപ്പെട്ട് ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തതായ ഒരു സംഭവം നടന്നു. അതങ്ങനെ തന്നെയേ പറയാൻ പറ്റുള്ളൂ. അതിന് വേറെ അലങ്കാരങ്ങളൊന്നും അല്ലെങ്കിൽ കൂട്ടാനോ കുറയ്ക്കാനോ ഞാൻ തയ്യാറല്ല. പക്ഷേ അതിൻ്റെ പ്രതിഫലനം എന്നോണം കേരളത്തിൽ തകർക്കപ്പെട്ടവരുടെ മനസ്സിൽ വിഷമമുണ്ടായിട്ടുണ്ട്. അത് 100% സത്യം. പക്ഷേ ഒരു തരി മണ്ണ് പോലും അതിൻ്റെ പേരിൽ അയൽക്കാരനായ അന്യമതസ്ഥരുടെ ദേഹത്തേക്കോ വീട്ടിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ ആരാധനാലയങ്ങളിലേക്കോ പോകരുത് എന്ന് ഫോൺ കറക്കി സംസാരിച്ച, അന്ന് മൊബൈലൊന്നുമില്ല, ഫോൺ കറക്കി 3-4 ദിവസം ഉറങ്ങാതെ കാത്തിരുന്ന് പറഞ്ഞ ഒരു ഫങ്ഷണൽ വ്യക്തി ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ കേരളത്തിൽ. അത് മറ്റാരുമല്ല, ഇതിനു മുമ്പ് ഇതിൻ്റെ ഇപ്പോൾ ഉള്ള പ്രസിഡന്റിൻ്റെയും തൊട്ട് മുമ്പുണ്ടായ പ്രസിഡന്റിൻ്റെയും തൊട്ട് മുമ്പ് പ്രസിഡന്റ് ആയ പാണക്കാട്ടെ ഒരു ശിഹാബ് തങ്ങൾ. ഇതൊരു സാമൂഹ്യ ശാസ്ത്രജ്ഞന്റെ അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വിലയിരുത്തലാണ്. അദ്ദേഹം ചെയ്ത അന്ന് 3 ദിവസവും അദ്ദേഹം അത് ഉറപ്പുവരുത്തി. ഒരു പോള കണ്ണടയ്ക്കാതെ എൻ്റെ കേരളത്തിൽ ഒരാൾ പോലും ഒരു തരി മണ്ണ് പോലും ഇതിൻ്റെ പേരിൽ മറ്റൊരു സ്ഥലത്തേക്ക് ഇട്ടുപോകരുത് എന്ന് ഉറപ്പുവരുത്തിയതിനെയാണ് ഞാൻ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. അത് കേൾക്കാൻ ഇവിടുത്തെ സമുദായം തയ്യാറായിരുന്നു. ഒരു മുസ്ലിം സമുദായവും ഒരു വിഭാഗീയതയും ചിന്തിക്കാതെ അത് ഏറ്റെടുത്തു, അതവർ നിലനിർത്തി. പക്ഷേ ഇത് വല്ലാത്തൊരു കണ്ണക്കടിയായിരുന്നു പലർക്കും. ഇങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വേണമെങ്കിൽ തീവ്രമായി പോകാമായിരുന്ന ഒരു പ്രതികരണത്തെ ഇല്ലാതെയാക്കാൻ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ, ഇന്നത്തെ ടെക്നോളജി ഇല്ല, ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇല്ല, ഇന്നത്തെ മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്തിൽ ഈ കറക്കുന്ന റിങ് കറക്കുന്ന ആ ഫോൺ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനെ തകർക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഫങ്ഷനാലിറ്റിയെ തകർക്കാൻ വേണ്ടി പിന്നീട് അങ്ങോട്ട് നമ്മൾ പലതും കാണുന്നത്. ഇന്നിപ്പോൾ പാണക്കാട് തങ്ങൾ പറഞ്ഞാൽ എത്ര പേർക്കത് സ്വീകാര്യമാകുമെന്ന് എനിക്കറിയില്ല. ഇതാണ് എൻ്റെ വിഷമം. ഇങ്ങനെയൊക്കെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്ത് അവരെങ്കിലും ഇത് മനസ്സിലാക്കി ഒരു വർത്തമാനം പറഞ്ഞാൽ ഒരു വലിയ ഫിത്തന കുറയും. അറബിയിൽ ഫിത്തന എന്ന് പറഞ്ഞാൽ വലിയ ദ്രോഹം, അല്ലെങ്കിൽ എന്താ പറയാ, വേണ്ടാധീനങ്ങൾ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഫിത്തന എന്ന് പറയുന്നത്. ഒപ്പിക്കലുകൾ അല്ലെങ്കിൽ പ്രവർത്തികൾ. ഒന്ന് ആലോചിച്ചു, ഒരു കേരളം മുഴുവൻ ഒരാളുടെ വാക്ക് കേൾക്കും, അതുകൊണ്ടത് നിൽക്കും. അങ്ങനെ ഒരു ചരിത്രം നമുക്കിവിടെ ഓൾറെഡി ഉണ്ട്.
ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരു പള്ളിയിലെ അച്ഛനായ ഇടവകയിലെ പള്ളിയിലെ അച്ഛൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ നമ്പൂതിരിക്കും മൂലിയാർക്കും മറ്റ് സമുദായക്കാർക്കും ഒക്കെ, അത് യാക്കോബക്കാർക്കും മർത്തോമക്കാർക്കും ഒക്കെ സ്വീകാര്യമായിരുന്നു. കാരണം പള്ളിയിലച്ഛൻ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. കോളേജ് നമ്മുടെ സ്കൂളിൻ്റെ LP സ്കൂൾ, ചെറിയൊരു LP സ്കൂൾ, ഒരു 140 കുട്ടികൾ പഠിക്കുന്ന ഒരു LP സ്കൂളിൻ്റെ പ്രിൻസിപ്പാളും ഒരു മാനേജറും കൂടിയായ ഒരു അച്ഛനൊരു സ്ഥാനം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ളത്, കാരണം ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്ന അച്ഛനാണ്, ഞങ്ങളെ കുട്ടികളുടെ മാനേജർ അച്ഛനാണ്, ആ പള്ളിയുടെ അച്ഛനാണ് എന്നുള്ളത് കൊണ്ട് അവിടെ മോലിയാരെ എതിർത്തിരുന്നില്ല, അവിടുത്തെ നമ്പൂതിരി എതിർത്തിരുന്നില്ല, നായരും SNDP ഒന്നും എതിർത്തിരുന്നില്ല. അത് പറഞ്ഞാൽ അത് അങ്ങനെ ആയിരിക്കും. അത് പറയാനുള്ള വിവരവും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ആ തപസ്സും ആ ഐശ്വര്യവും മോജസ്സും ഒക്കെ അദ്ദേഹത്തിനുണ്ടെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നൊരു കാലം. ഇന്ന് സ്വന്തം സഭയിൽ മാർപ്പാപ്പ പോലും പറഞ്ഞിട്ടാണ് ഈ പറയുന്ന സംഗതികൾ നടക്കുന്നതെങ്കിൽ ഇനി നമുക്ക് എവിടെയാണ് ഇത്തരം സാമൂഹ്യപരമായ ഇത്തരം ആളുകൾ ഇല്ലാതെയായി പോയാൽ നമ്മൾ എന്തു ചെയ്യും? പണ്ട് ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നൊരു കവിതയുണ്ട്. ഈ ഒരു തത്തമ്മയോട് ചോദിക്കുന്ന തത്തമ്മ എവിടെയായിരുന്നു? അപ്പൊ തത്തമ്മ പറയും, ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ പോയി. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നീ എവിടെ വന്നിരിക്കും തത്തമ്മേ? അപ്പൊ പറയും, ഞാൻ അച്ഛൻ്റെ മടിയിലിരിക്കും, മരത്തിൻ്റെ മേലിരിക്കും. അപ്പൊ അവസാനം ചോദിക്കുന്നൊരു ഇങ്ങനെ ഓരോന്ന് പറയും, ഞാൻ ഇലയിലിരിക്കും, മരത്തിലിരിക്കും, കൊമ്പിലിരിക്കും, അങ്ങനെ പോയി അവസാനം ഞാൻ അച്ഛൻ്റെ മടിയിൽ അമർന്നിരിക്കും. അപ്പൊ അച്ഛൻ മരിച്ചാൽ എന്ത് ചെയ്യും തത്തമ്മേ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അവസാനം നെടുവീർപ്പോടുകൂടി നഴ്സറി ക്ലാസ്സിലെ കുട്ടികൾ ചൊല്ലുന്നത് കേട്ടതാണ്, അച്ഛൻ മരിച്ചാൽ പിന്നെ കഷ്ടകാലം തന്നെ. അതായത് ഓരോ ആശ്രയങ്ങൾ അറ്റുപോകുമ്പോഴും തത്തമ്മ അടുത്ത ലെവലിലേക്ക് കയറിയിരുന്ന് അവസാനം തൻ്റെ അച്ഛൻ്റെ മടിയിൽ ഇരുന്നാൽ തനിക്ക് സുരക്ഷിതത്വമുണ്ട് എന്ന് വിചാരിക്കുമ്പോഴാണ് അടുത്ത ചോദ്യം, ഈ അച്ഛൻ മരിച്ചാൽ എന്ത് ചെയ്യും? ഇതേ ചോദ്യമാണ് എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത്. നമ്മുടെയൊക്കെ മത നേതൃത്വങ്ങളെ, മത രീതികളെ, മത സൗഹാർദ്ദത്തെയൊക്കെ തകർത്താൽ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പുരോഹിതന്മാരുടെ, നമ്മളെയൊക്കെ നേതാക്കന്മാരുടെ ഈ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടുന്നത് ആദരവ് കൊടുത്തത് നിലനിർത്തിയിട്ടില്ല എങ്കിൽ അപ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചു തുടങ്ങണം, മതങ്ങളുടെ ഫങ്ഷനാലിറ്റി തിരിച്ചു വരാൻ ഞാൻ എന്ത് ചെയ്യണം? ഉദ്ഘാടനം ചെയ്ത നമ്മുടെ DYSP സാറ് സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ ചെറിയ ചിന്തകളിൽ നമുക്ക് മനസ്സിലായത് മതങ്ങളുടെ ഈ ഫങ്ഷനാലിറ്റി ഇല്ലായ്മേനാണ് അദ്ദേഹം തൻ്റെ വാക്കുകൾ കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത്. ഇതൊന്നും നടക്കുന്നില്ല എന്ന് തോന്നിപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർക്ക് വലിയ സന്തോഷമാണ്. കാരണം ആ മതങ്ങളുടെ ഫങ്ഷനാലിറ്റി ഇല്ലാതെയായിക്കൊണ്ടിരിക്കും. നമുക്കൊന്ന് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാം. എന്താണ് ഇനി അതിന് വേണ്ടത്? ഒരു 5 മിനിറ്റ് കൂടി അതിൽ ഇരിക്കുന്നു. 15 മിനിറ്റാണ്, 20 മിനിറ്റാണ് എനിക്ക് തന്നത്, ഏകദേശം 20 മിനിറ്റായി. 2-3 മിനിറ്റ് കൂടി എടുത്ത് ഞാനിതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. എല്ലാ മതങ്ങൾക്കും ചില സിലബസുകളുണ്ട്. അതിൽ 2 ഞാൻ 5 സിലബസുകൾ ഉണ്ടെങ്കിലും 5 പറയാൻ എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ ക്രോഡീകരിച്ച് അതിൻ്റെ പ്രധാന 2 വിഭാഗങ്ങളായിട്ട് ഞാൻ പറയുകയാണ്. അതിലേക്ക് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് യേശു എന്ന് പറയുന്ന ഈസാ നബി അലൈഹിസ്സലാം അവരുടെ ഒരു ബൈബിളിൽ നിന്നുള്ള കോട്ടിംഗ് ആണ്. കാരണം അത് ഞാൻ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പോട്ട് യഹൂദൻ മതത്തെ പറയാനും അതിനുശേഷമുണ്ടായ ഇസ്ലാം മതത്തെ അതിലേക്ക് കോർഡിനേറ്റ് ചെയ്യാനും കഴിയുമെന്നുള്ളതാണ്. യേശുവിനോട് അദ്ദേഹം വലിയൊരു റബ്ബിയായിരുന്നു, വലിയൊരു ഗുരുവായിരുന്നു, ഒരുപാട് ശിഷ്യസമ്പത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരുപാട് നന്മകൾ പ്രസംഗിച്ചു നടന്നപ്പോൾ അവരുടെ ചെറുപ്പക്കാരായിട്ടുള്ള ശിഷ്യന്മാരായിരിക്കണം ചോദിച്ചിട്ടുണ്ടാവുക, ഗുരു ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞാൽ കൊള്ളാം. ഈ സർവ്വ ന്യായ പ്രമാണങ്ങളും, അതായത് മതത്തിന്റെ മതാത്മകത, അതിൻ്റെ നിയമവശങ്ങളും ഒക്കെ പാടില്ലായ്മകളും പാടുകളും, ഡൂസ് ആൻഡ് ഡോൺസ് എല്ലാം ഉള്ളതാണ് മതങ്ങൾ. ചെയ്യാൻ പാടുള്ളവ, ചെയ്യാൻ പാടില്ലാത്തവ, ഹലാലായവ, ഹറാമായവ, ഫറലാക്കപ്പെട്ടത്, സുന്നത്താക്കപ്പെട്ടത് എന്ന് പറഞ്ഞ ഒരുപാട് കർമ്മ അനുഷ്ഠാന ശാസ്ത്രമുണ്ട് ഓരോ മതത്തിനും. അതെല്ലാം നീ പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? അതിനെ ഒന്ന് ക്രോഡീകരിച്ച് നീ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ യേശുവിന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. യേശു പറഞ്ഞു, നിന്റെ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി നിന്റെ സകല പൂർണ്ണതയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക. ഇത് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ പരിപൂർണ സമർപ്പണം. ആ സമർപ്പണം, ദൈവമുമ്പാകെയുള്ള സമർപ്പണം, ആ
ആ ദൈവത്തിനോടുള്ള പരിപൂർണമായ ഇബാദത്ത്, അതാണ് തൗഫീഖ്, ഇഖ്ലാസ്, ഹിദായത്ത് എന്നൊക്കെ അതിൽ പെട്ടിരിക്കുന്നു. ദൈവത്തിനോട് ഒരു വെള്ളവും ചേർക്കാതെ ഏകമായ ദൈവത്തിനെ, ആ സ്രോതസ് ഒന്നാണ്. എനിക്ക് ഒരു പിതാവേ ഈ ലോകത്തിലുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ ലോകത്തിനും ഒറ്റ പിതാവേ ഉള്ളൂ. സർഗത്തിന്റെ സൃഷ്ടിദാതാവായ ദൈവം ഏകമാണ് എന്ന് പറയുന്ന, ഏകം സത്ത ദ്വിപ്രാഹ ബഹുദാവദന്തി എന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള അതേ ഏകത്വത്തിന്റെ ആ മാർഗം, അതെല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ്. സർവശക്തനും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നാണ് അച്ഛനടക്കമുള്ളവരുടെ വിശ്വാസ പ്രമാണം. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അതിലൊന്നും ആർക്കും ഒരു സംശയവുമില്ല. പക്ഷെ ഈ പറയുന്ന ദൈവത്തിനെ പരിപൂർണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിനും കൂടി യേശുവോട് ഉത്തരം പറയുന്നു. യേശു പറഞ്ഞ ഈ ഒരു വാചകമുണ്ടല്ലോ, അത് അദ്ദേഹം ഉണ്ടാക്കിയ പുതിയ സിന്തസിസ് അല്ല. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ അത് ഇതേ വാചകം ആവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിനെയാണ് യേശുവിടെ കോട്ട് ചെയ്തത്. യഹൂദനോടും ദൈവം പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പരിപൂർണ ഹൃദയത്തോടും പരിപൂർണ മനസ്സോടും പരിപൂർണ ആത്മാവ്, വിത്ത് ഓൾ യുവർ മൈറ്റ് ആൻഡ് സ്ട്രെങ്ത് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ. അവിടെ ഹൃദയം ആത്മാവൊന്നുമല്ല, വേറെ അർത്ഥങ്ങളാണ്. നിന്റെ പരിപൂർണ മൈറ്റ് ആൻഡ് സ്ട്രെങ്ത്, വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത് ആൻഡ് മൈറ്റ്. ഇത് തന്നെയാണ് യേശു ഇവിടെ ആവർത്തിച്ചത്. എന്നിട്ട് അടുത്തത് പറഞ്ഞു, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകൾക്ക് അപ്പുറം ഒരു കൽപ്പന എനിക്ക് ഒരു മതത്തിന്റെയും ചാറായി എസൻസായി തരാനില്ല എന്ന് യേശുദേവൻ പറഞ്ഞപ്പോൾ, ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോൾ, യേശുക്രിസ്തു പറഞ്ഞപ്പോൾ, അത് തന്നെയാണ് എല്ലാ മതങ്ങളുടെ അടിസ്ഥാനം. അവിടെയാണ് യഹൂദ മതത്തിലും ഇത് പറയുന്നത്, അവിടെയാണ് ക്രിസ്തു മതത്തിലും ഇത് പറയുന്നത്. അത് തന്നെയാണ് ഹിന്ദു മതത്തിലും. ജനസേവ ജനാർദ്ദന സേവ, നരസേവ നാരായണ സേവ, മാനവസേവ മാധവ സേവയാണെന്നും ജീവസേവ തന്നെയാണ് ശിവസേവ എന്നൊക്കെ പറയുന്നത്. എവിടെയാണ് വ്യത്യാസം? ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം. ഉദാരചരിതനാകുന്നതോടുകൂടി ഈ ലോകം മുഴുവൻ ഒരു കുടുംബമായി അവന് മാറപ്പെടണം. ഉദാരചരിതനാണെങ്കിൽ, അല്ലാണ്ട് എല്ലാം വസുദൈവ കുടുംബകം എന്ന് എല്ലായിടത്തും കേൾക്കുന്നുണ്ട്. ഒരു വാക്ക് കൂടി അതിന് മുമ്പിലുണ്ട്. ഉദാരചരിതന്മാർക്ക് അതങ്ങനെ പറ്റുള്ളൂ. ആ ഉദാരചരിതത്തിലേക്ക് ഉയരൂ എന്നാണ് ഋഷി അവിടെ ഉദ്ദേശിച്ചത് വേദത്തിൽ. ആനോ ഭദ്രാഹ ക്രതവോ എന്ന് വിശുദ്ധഹ എന്ന് പ്രാർത്ഥിക്കാൻ ഋഷിക്ക് കഴിഞ്ഞത്, ഞങ്ങളിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും നന്മകൾ ഒഴുകി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് അവിടെ ഇത് തലയാട്ടുന്നുണ്ട്. ഒന്ന് നിർത്തിക്കോട്ടെ. ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഖുർആനിലെ ഇഷ്ടപ്പെട്ട ഒരു വാചകത്തിന്റെയും അന്തസത്ത. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വനസാറ വസ്വാബീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വലഹും അജ്റഹും ഇൻദ റബ്ബിഹിം ലാ ഖൗഫുൻ അലൈഹിം. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, നിങ്ങൾ ലജ്ജിക്കുകയില്ല, തലതാഴ്ത്തേണ്ടി വരില്ല എന്ന്. എന്ത് ചെയ്താൽ? ഇന്നല്ലദീന ആമനൻ, വിശ്വസിച്ച അറബി പ്രവാചകനിൽ വിശ്വസിച്ച് മുസ്ലിങ്ങളായവരാകട്ടെ, വല്ലദീന ഹാദു യഹൂദനാകട്ടെ, വനസാറ നസ്രാണികളാകട്ടെ, വസ്വാബീന ഞങ്ങളെപ്പോലുള്ള അൽക്കുൽത്തുകൾ ആരും തന്നെ ആകട്ടെ, ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയാണല്ലോ, ആര് തന്നെയും ആകട്ടെ, എന്താണ്? ദൈവത്തിൽ വിശ്വസിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തോടുള്ള പരിപൂർണമായ സമർപ്പണം ഉണ്ടാകും. അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. ആഖിറിൽ തുടങ്ങിയാൽ അവസാനിക്കുമെന്ന് വിശ്വാസമല്ലെന്ന് ഉറപ്പല്ലേ? ഇത്രയും ചെയ്തുകൊണ്ട് സ്വാലിഹായിട്ടുള്ള അമലുകൾ ചെയ്യാം. സ്വീകരിക്കപ്പെടുന്ന അമലുകൾ എല്ലാം കള്ളു വാങ്ങി കൊടുക്കുന്നതും സഹായമായിരിക്കും, അത് നല്ല കാര്യമാണെന്നൊക്കെ ചിലർ പറയും. പക്ഷെ സ്വീകരിക്കപ്പെടുന്നതല്ല. അങ്ങനെ ആകണം. ഈ 3 മതങ്ങളിൽ നിന്നും എനിക്ക് പറയാനുള്ള വാചകങ്ങൾ ഇതാണ്. ഈ പറയുന്ന സിലബസ് ആയിരിക്കണം നമ്മുടെ മുമ്പിൽ. നമ്മുടെ ഫങ്ഷനാലിറ്റി തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തോടുള്ള സമർപ്പണവും മനുഷ്യരോടുള്ള കരുണ കാണിക്കലും ഇത് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെ ഒന്നും ഒരാൾ കുറ്റം പറയില്ല. ഒന്നും കുറ്റം പറയാൻ നമുക്ക് സാധിക്കില്ല. അതിനിട കൊടുക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരല്പം ദീർഘിപ്പിച്ചു. ഇങ്ങനെ ഈ ചീട്ട് വാങ്ങുന്ന ഒരു ശീലമില്ല. എന്നിരുന്നാലും ഇന്ന് നിങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സമാധാനം കിട്ടൂല എന്നുള്ളതുകൊണ്ട് പറഞ്ഞതുകൊണ്ടാണ്. എല്ലാ ഭാവങ്ങളും ഈ ഒരു സൗഹൃദ വേദിക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാനവ സൗഹാർദ്ദം തിരിച്ചുപിടിക്കുക എന്ന